വന്നതേ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ടങ്ങ് പോവാട്ടാ. എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഹേ കേക്കി, നീ എപ്പോഴും ചിരിച്ചിരിക്കുന്നല്ലോ, നീ കരയാറില്ലേ, നീ എന്താ ഇങ്ങനെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നത്, ഇത് ഇങ്ങനെ സാധിക്കുന്നേ, ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ? അപ്പോൾ ഞാൻ ആ ഫ്രണ്ടിനോട് പറഞ്ഞു, എന്താ ഞാൻ മനുഷ്യനല്ലേ, ഞാൻ എപ്പോഴും ചിരിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞിട്ടില്ല എന്നല്ലല്ലോ. ഞാൻ കരയും, ഞാൻ നന്നായിട്ട് എന്താ പറയുക സെൻസ് ചെയ്യുന്ന ഒരാളാണ്. ചെറിയ കാര്യങ്ങൾക്ക് വരെ ഞാൻ ചിലപ്പോൾ കരയാറുണ്ടായിരിക്കാം, ചിലപ്പോൾ വലിയ കാര്യങ്ങൾക്കും ഞാൻ കരയാറില്ല, ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ കരയാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം ഞാൻ കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഹാപ്പി എൻ്റെ കയ്യിലാണ്, എൻ്റെ സന്തോഷം എൻ്റെ കയ്യിലാണ്. ഞാൻ സാഡ് പുറത്ത് കാണിക്കാറില്ല, എൻ്റെ വിഷമം ഞാൻ പുറത്ത് കാണിക്കാറില്ല. എൻ്റെ വിഷമം മനസ്സിലാക്കി വരുന്നവരുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നവരുണ്ട്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ഒട്ടുമിക്ക പേർക്കും ആണെങ്കിലും ഒരാൾ കാണുമല്ലോ, ആ ഫ്രണ്ട്സും ഉണ്ടാവും. അത് ഭയങ്കര ഭാഗ്യം കേട്ടോ. എനിക്കങ്ങനെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്, പക്ഷെ ഇപ്പം അങ്ങനെ അധികം ആരും അങ്ങനെ ഇല്ല കേട്ടോ. ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല എന്നല്ല, എന്നാലും എനിക്കൊരു മോട്ടിവേഷൻ തരുന്നൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. എൻ്റെ കാരണം എന്ത് പറ്റി എനിക്കറിയത്തില്ല, ഇപ്പം അങ്ങനെ എന്നോട് സംസാരിക്കാറില്ല, എന്നെ മോട്ടിവേറ്റ് ചെയ്യാറില്ല. പക്ഷേ എനിക്ക് ആ വ്യക്തിയോട് ഇപ്പോഴും പഴയ ആ ഒരു എന്താ പറയുക ഒരു സ്നേഹം എല്ലാം ഉണ്ട്. എന്തെങ്കിലും ആ ഒരു ഫ്രണ്ട് തിരിച്ചു വരും. ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. എനിക്ക് നിങ്ങൾ ഷെയർ ചെയ്യാനുള്ളത് ജസ്റ്റ് ഒരു കാര്യം, നമ്മളെ ഹാപ്പിനെസ് നമ്മുടെ കയ്യിൽ തന്നെയാണ്, വേറെ ആരുടെ കയ്യിലും ഇല്ല. സോ ബി ഹാപ്പി. നമുക്ക് സന്തോഷം തരുന്ന എന്താണ് നമ്മളത് ചെയ്യുക. അതിപ്പോൾ ഒരു സിനിമ കാണാൻ പോകുന്നതായിരിക്കട്ടെ, ഫുഡ് കഴിക്കാൻ പോകുന്നതായിരിക്കട്ടെ, യാത്രയാവട്ടെ, എന്താണെന്ന് വെച്ചാൽ പറ്റുന്ന പോലെ അങ്ങ് ചെയ്യുക. അല്ലാതെ എപ്പോഴും സാഡ് അടിച്ച് അല്ലെങ്കിൽ ബാഡ് അടിച്ച് ഒതുങ്ങിക്കൂടരുത്. നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ കയ്യിൽ തന്നെയാണ്, ഞാൻ ഒന്നുകൂടെ പറയുന്നു ഗൈസ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. ടാറ്റാ.